ഹലോ ഫുഡീസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ് സോസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗോചൂജാങ് ചേർത്ത് കൊടുക്കാം. ഇതൊരു കൊറിയൻ ചില്ലി പേസ്റ്റാണ്. ഇത് സോൾട്ടിയാണ്, സ്വീറ്റിയാണ്, അതുപോലെ തന്നെ സ്പൈസിയാണ്. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചിക്കനിലേക്ക് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം. അതല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാകാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശം നമുക്ക് ഒരു 4 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിനിപ്പോൾ ഒരു നോർമൽ എരിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ക്യാരറ്റ് ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കനിലുള്ള ഉപ്പ് ആ ഒരു സോസിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഡാർക്ക് സോയ് സോസും അതുപോലെ തന്നെ ഗോചൂജാങ്ങും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൊറിയൻ പേസ്റ്റ് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട അല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ മുട്ടയിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ പച്ചക്കറിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. ഇത് 1 കപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ മീലാണിത്. ഇത് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കാം. തയ്യാറാക്കാനാണേലും നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.